അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രധാനപ്പെട്ടൊരു ചർച്ചയാണ് പത്തനംതിട്ടയിലെ ഒരു 18 വയസ്സുകാരിയായ കായിക വിദ്യാർത്ഥിനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവത്തെക്കുറിച്ചുള്ള വാർത്ത. കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, കേരള ജനതയ്ക്ക് മൊത്തം ലജ്ജയുണ്ടാക്കുന്ന, അതോടൊപ്പം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഈ പെൺകുട്ടിയുടെ 13 വയസ്സ് മുതൽ ഈ 18 വയസ്സ് വരെയുള്ള കാലയളവിൽ 64 ആളുകൾ പല സമയങ്ങളിലായി, പല സന്ദർഭങ്ങളിലായി ഈ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത. 64 തവണയല്ല, 64 ആളുകളാണ് പല സന്ദർഭങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, തൻ്റെ വീട്ടിൽ വെച്ച്, വീടിൻ്റെ സമീപത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച്, സ്കൂളിൽ വെച്ച്, വാഹനത്തിൽ വെച്ച്, ജില്ലയ്ക്ക് പുറത്ത് വെച്ച്, അങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഇത്രയും ആളുകൾ പല സന്ദർഭങ്ങളിലായി, ചിലപ്പോഴൊക്കെ ഒന്നിലധികം ആളുകളൊക്കെ ഒരേ സമയം ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാർത്ത. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അറസ്റ്റിലായി, 30-ലധികം ആളുകൾ ഇപ്പോൾ അറസ്റ്റിലായി. ഇനിയും ധാരാളം അറസ്റ്റുകൾ നടക്കുമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചർച്ചകളും, പല ആളുകളുടെ പല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചില ആളുകളുടെയൊക്കെ ചില കമൻറ്റുകളും മറ്റുമൊക്കെ കണ്ടപ്പോൾ, എന്തുകൊണ്ട് ഈ 13 വയസ്സ് മുതൽ ഈ പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചിട്ട് ഇത്രയും കാലം എന്തുകൊണ്ട് ആ പെൺകുട്ടി മിണ്ടിയില്ല എന്നൊക്കെ ചില ആളുകൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. ചിലർ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ട് കുട്ടിക്കുണ്ടായ ഈ ഒരു ദുരനുഭവം ആ കുട്ടി എന്തുകൊണ്ട് ഇത്രയും കാലം രക്ഷിതാക്കളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്തുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല, കുട്ടിയെ തോന്നിയതുപോലെ അഴിച്ചു വിട്ടത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചില രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ പല നിലക്കും ഈ ഒരു വിഷയത്തിൽ പല ആളുകളെയും കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സ്കൂളുകളിലും മറ്റുമൊക്കെ നടത്തുന്ന കൗൺസിലുകളുടെ അഭാവമാണ്, കുട്ടികളുടെ നേരെ കൗൺസിലിങ്ങിന് വിധേയരാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരിക്കലും നമ്മൾ ആ കുട്ടിയെ ഈ വിഷയത്തിൽ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഭവം തുടങ്ങുന്നത് ഈ കുട്ടിയുടെ 13 വയസ്സ് മുതലാണ്. ആദ്യമായി പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത് ആ കുട്ടിയുടെ സുഹൃത്ത് തന്നെയാണ്. സുഹൃത്ത് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയോട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരു 13 വയസ്സുകാരിയായ പെൺകുട്ടിയല്ലേ, ആ കുട്ടിക്കിപ്പോൾ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനോ, അല്ലെങ്കിൽ തന്നെ ചൂഷണം ചെയ്യുകയാണോ എന്ന് മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു പ്രായമല്ലല്ലോ 13 വയസ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ തൻ്റെ കാമുകൻ, തൻ്റെ ഈ സുഹൃത്ത് കൈക്കലാക്കുന്നു. പിന്നീട് ഈ നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ച് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിന്നീട് ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒരു 13 വയസ്സുകാരിയെ പെൺകുട്ടിയെ ഈ തൻ്റെ നഗ്നചിത്രങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് അതിന് മുന്നിൽ വഴിപ്പെട്ടു കൊടുക്കലല്ലാതെ, അതിന് കീഴ്പ്പെട്ടു കൊടുക്കലല്ലാതെ ആ കുട്ടിക്ക് വേറെ ഒന്നും അവിടെ കഴിയുന്നില്ല. ഇത് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഫോട്ടോകൾ, തൻ്റെ ചിത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുമെന്നുള്ളൊരു പേടി, തൻ്റെ വീട്ടുകാരറിഞ്ഞാൽ, തൻ്റെ കുടുംബം അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയാണ്. ആ ഒരു പേടിയിലാണ് പിന്നീട് ആ പെൺകുട്ടി തൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെയൊക്കെ ആ പെൺകുട്ടി ചെയ്തത്. പിന്നീട് സുഹൃത്താണ് ഈ പെൺകുട്ടിയുടെ ഈ ചിത്രങ്ങൾ അവൻ്റെ കൂട്ടുകാർക്ക് മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് ആ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല ആളുകളും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ നാട്ടുകാരിൽ പല ആളുകളും, തൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള പല ആളുകളും ഒക്കെ അവരുടെയൊക്കെ കയ്യിൽ ഈ ചിത്രങ്ങൾ എത്തുമ്പോഴാണ് അവർ ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത്. അതല്ലാതെ ഈ കുട്ടി എല്ലാത്തിനും അങ്ങ് നിന്ന് കൊടുത്തത് കൊണ്ടല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് പിന്നീട് ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ, ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ കായിക അധ്യാപകർ വരെ ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പെൺകുട്ടി ഇതെല്ലാം സഹിച്ചു എന്നുള്ളതാണ്. ആരോടും പറഞ്ഞില്ല. പിന്നെ ആ കുട്ടിക്ക് മാതാപിതാക്കളോട് പറയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും അറിയില്ല. ആ കുട്ടിയുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിരിക്കും. മാതാപിതാക്കളുമായി മാതാപിതാക്കൾ ആ ഒരു രീതിയിൽ ആ കുട്ടിയുമായി ഇടപഴകിയിട്ടുണ്ടാവില്ല. നമ്മളെപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്, കുട്ടികളോട് എപ്പോഴും ഒരു സുഹൃത്തുക്കളെ പോലെയാണ് നമ്മൾ ഇടപഴകേണ്ടത്. കുട്ടികൾക്ക് എന്തും നമ്മോട് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. എന്തും തുറന്ന് പറയാൻ പറ്റുന്നവരാണ് എൻ്റെ മാതാപിതാക്കളെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാം. ആ
രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളോട് ഇടപഴകേണ്ടത്. ഇവിടെ ആ വിഷയത്തിൽ ചിലപ്പോൾ ആ രക്ഷിതാക്കൾക്ക് അതേക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, നല്ലൊരു പാരൻ്റ് എങ്ങനെയാവണമെന്ന് ആ രക്ഷിതാക്കൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുപോലെ തന്നെ ആ കുട്ടിക്കും ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആ കുട്ടിക്കും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടായിരിക്കാം ആ കുട്ടിയും ഈ വിഷയമൊന്നും പുറത്ത് പറയാതിരുന്നത്. ഏതായാലും ആ കുട്ടി ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പുറത്ത് വെളിപ്പെടുത്തുന്നു, അതിനുള്ള ധൈര്യം ആ കുട്ടി കാണിച്ചു. ആ കുട്ടി ആദ്യം ഈ ഒരു സംഭവം ആ കുട്ടിയുടെ ഒരു സുഹൃത്തിനോടാണ് പറയുന്നത്. ആ കുട്ടിയുടെ ഒരു കുടുംബശ്രീയിലുള്ള ഒരു സുഹൃത്തിനോട് ഈ വിഷയം പറയുന്നു. ആ ഒരു സുഹൃത്താണ് മറ്റു പല ആളുകളിലേക്കും ഈ വിഷയം എത്തിക്കുന്നതും അങ്ങനെയാണത് ചൈൽഡ് ലൈനിലേക്ക് എത്തുന്നതുമൊക്കെ. അങ്ങനെയാണ് ചൈൽഡ് ലൈൻ അധികൃതർ ഈ കുട്ടിയെ ദിവസങ്ങളോളം എടുത്ത് ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നതും ആ കൗൺസിലിങ്ങിനിടെയാണ് ഈ സംഭവങ്ങളെല്ലാം കുട്ടി വെളിപ്പെടുത്തുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കുട്ടി തന്നെ ഉപദ്രവിച്ച ആളുകളെയൊക്കെ കുട്ടി കൃത്യമായി ഓർമ്മിച്ചെടുക്കുന്നുണ്ട് എന്നും ഇതിൽ പല ആളുകളെക്കുറിച്ചും കുട്ടിയുടെ ഡയറിയിൽ കൃത്യമായി കുറിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഡയറി എഴുതുന്ന നല്ലൊരു ശീലമുള്ള കുട്ടിയായതുകൊണ്ട് തൻ്റെ ദുരനുഭവങ്ങളെല്ലാം പലതും ആ കുട്ടി ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല പല ആളുകളും തന്നെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നത് തൻ്റെ അച്ഛൻ്റെ ഫോൺ വഴിയാണ്. അച്ഛൻ ഒരു രോഗിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം രാത്രി ചില മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നേരത്തെ കിടന്നുറങ്ങും. ആ സമയത്ത് അച്ഛൻ്റെ ഫോണാണ് ഈ കുട്ടി ഉപയോഗിച്ചിരുന്നത്. ആ അച്ഛൻ്റെ ഫോണിലൂടെയാണ് പല ആളുകളും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നത്. ആ ഫോണിൽ 40 ആളുകളുടെ ഫോൺ നമ്പർ മറ്റുമൊക്കെ ഈ കുട്ടി സേവ് ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം ഈ കുട്ടി തന്നെ ചൈൽഡ് ലൈനും മറ്റുമൊക്കെ കൈമാറി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് അത്യാവശ്യം പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയല്ല, ആ കുട്ടിയുടെ നഗ്ന ചിത്രം ഒരാൾ കൈക്കലാക്കിയിട്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ആ പെൺകുട്ടി ഇതൊന്നും തുറന്നു പറയാൻ മാത്രമുള്ള സൗഹൃദങ്ങളും മറ്റുമൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ, മാത്രമല്ല ഇതൊരു ദളിത് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഒരു ദളിത് വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം മറ്റൊക്കെ ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഒരു ട്രാപ്പിൽ ആ കുട്ടി അകപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ദാരുണമായ, ഇത്രയും വേദനിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് നമ്മൾ ഇത്തരം സംഭവം ഉണ്ടായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ മക്കളുമായി നല്ല അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ എന്ത് സംഭവിച്ചാലും അതെല്ലാം നമ്മോട് വന്ന് ഷെയർ ചെയ്യാൻ മാത്രമുള്ള ഒരു സൗഹൃദം കുട്ടികൾക്ക് നമ്മോട് തോന്നണം. അതിന് നമ്മളെപ്പോഴും ഒരു രക്ഷിതാവാണ്, ഞാനൊരു ഉമ്മയാണ്, ഉപ്പയാണ് എന്നുള്ള രീതിയിൽ കുട്ടികളോട് എപ്പോഴും ഗൗരവത്തിൽ സംസാരിക്കാതെ എപ്പോഴും നമ്മൾ സുഹൃത്തുക്കളെപ്പോലെ കുട്ടികളോട് ഇടപഴകുക, അവർക്ക് നല്ല രീതിയിൽ അവരെ ഉപദേശിക്കുക, അവർക്ക് എന്തും നമ്മോട് തുറന്നു പറയാൻ അവർക്ക് കഴിയും എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതല്ല എങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കാൻ മറ്റൊക്കെ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് പലപ്പോഴും പല പീഡനങ്ങളും അല്ലെങ്കിൽ പല കുട്ടികൾക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അവർ പുറത്തു പറയാൻ മടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവർക്കിതൊന്നും ഷെയർ ചെയ്യാൻ ഒരു നല്ലൊരു സുഹൃത്തില്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സുഹൃത്താവാൻ രക്ഷിതാക്കൾ തന്നെയാണ് ഏറ്റവും അനുയോജ്യരായവർ. നമ്മുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്താവേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്കിലേ നമ്മുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ സുരക്ഷിതരായി അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. കുട്ടികളെ പല നിലക്കും വഴിപറ്റിക്കാനും അവരെ പല നിലക്കും ദുരുപയോഗം ചെയ്യാനൊക്കെ ധാരാളം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളാണ് നമ്മുടെ മക്കൾക്ക് തുണയായി ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. കുട്ടികൾക്ക് തോന്നിയതുപോലെ മൊബൈൽ നൽകരുത്. സോഷ്യൽ മീഡിയ അവരുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഫ്രണ്ട്സ് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പുറത്തിറങ്ങിയാൽ അവരുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ വരുന്ന സൂചനകൾ മറ്റൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ
അത് തുറന്ന് പറയാൻ, ആ സ്പർശനം അത് മോശമാണോ, അത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളാണ് നമ്മുടെ കുട്ടികളോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ. പല രക്ഷിതാക്കളും വിചാരിക്കുക, ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയോട് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഞാൻ എങ്ങനെ അന്വേഷിക്കും, അവരുടെ സോഷ്യൽ മീഡിയ ഞാൻ എങ്ങനെ പരിശോധിക്കും എന്നൊക്കെയാണ്. ഈ ഒരു ചിന്ത, ഈ ഒരു മനോഭാവം രക്ഷിതാക്കൾ ആദ്യം മാറ്റിവെക്കണം. നമ്മൾ കുട്ടിയെ ഒരു കുട്ടിയായി കാണാതെ, എൻ്റെ മകളാണ് മകനാണ് അത് ഓക്കെയാണ്, പക്ഷേ ആ ഒരു രീതിയിൽ കണ്ട് ഞാൻ നിൻ്റെ രക്ഷിതാവാണ് എന്നുള്ള ആ രീതിയിൽ കുട്ടികളോട് ഇടപഴകാതെ ഒരു സുഹൃത്തിനെ പോലെ ഇടപഴകി നോക്ക്. നമ്മുടെ കുട്ടികൾ എന്ത് നമ്മോട് തുറന്നു പറയും. നമ്മൾ അവർക്ക് നന്മ ഉപദേശിക്കുക ഏറ്റവും നല്ലത്. പുതിയ കാലത്ത് പ്രത്യേകിച്ച് സുഹൃത്താവലാണ് ഏറ്റവും നല്ലത്. കുട്ടികൾ അവർ ഒരു രക്ഷിതാവ് എനിക്കുണ്ട് എന്ന് പറയുന്നതിനേക്കാളൊക്കെ അവരിഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് ഉണ്ട് എന്ന് പറയുന്നതാണ്. എൻ്റെ ഉപ്പ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഉമ്മ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നതാണ് എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നത്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് ആ നിലക്ക് ഇടപഴകാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.